Good morning. We can discuss departmentation. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദർ ഇസ് എ ലിമിറ്റേഷൻ ഓൺ ദ നമ്പർ ഓഫ് പേഴ്സൺസ് an enterprise can manage directly. So this limitation will restrict the size of enterprise if it does not opt the device of departmentation. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് എംപ്ലോയീസ് ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ടു എക്സ്പാൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. അപ്പം നമുക്ക് പറയാം, ഈ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ഇസ് നോൺ ആസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഓക്കെ, ഞാനൊരു ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, എ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എ വർക്ക് ഗ്രൂപ്പ് combined together for performing certain functions of similar nature. But the process of division of enterprise into different parts is known as departmentation or departmentalization എന്നും പറയും. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ലീഡ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് ബോത്ത് ഫങ്ഷൻസ് ആൻഡ് പേഴ്സണൽ ഹു ആർ അസൈൻഡ് ടു ക്യാരി ഔട്ട് അലോക്കേറ്റഡ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിവിഷൻസ് ആക്കി തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ടു മാനേജബിൾ യൂണിറ്റ്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ്സ് ആക്ടിവിറ്റീസ് ഇൻ ടു മേജർ ഡിവിഷൻസ് സച്ച് ആസ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എക്സെട്ര. ദീസ് ഡിവിഷൻസ് ആർ അഡ്മിനിസ്റ്റേർഡ് ബൈ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഹു റിപ്പോർട്ട് ഡയറക്ട്ലി ടു ദ ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ഈ സീനിയർ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹീ ഫർദർ assign duties to their juniors. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. മാർക്കറ്റിംഗ് മാനേജർ ഡിവൈഡ്സ് ഹിസ് ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്, ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർക്ക് എന്തൊക്കെ ഉണ്ടാവും, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് റിസർച്ച്, കസ്റ്റമർ സർവീസ് ആൻഡ് സോ ഓൺ. അപ്പം അറ്റ് ദ ലോവർ ലെവൽ ദർ മേ ബി സെയിൽസ് അസിസ്റ്റൻറ്റ്, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് എക്സെട്ര. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിനെ ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ട് അങ്ങനെ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ മീൻസ് ദ പ്രോസസ് ബൈ വിച്ച് സിമിലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു units for the purpose of facilitating smooth administration at all levels. Okay, so one definition is given according to Coons and O'Donnell. A departmentation is a process of dividing the large functional organization into small and flexible and administrative unit. Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളതാണ്. So there are 5 types of departments. That is first one is department by product എന്ന് പറഞ്ഞാൽ product departmentation. Then departmentation by function, അതായത് functional departmentation. Then according to region or territory, അതായത് territorial departmentation എന്ന് പറയും. Then departmentation by customer and by process or equipment. So these are the 5 types of departmentation. So we can discuss one by one. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഇസ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗ്രൂപ്പിംഗ് ഓഫ് കോമൺ ആൻഡ് ഹോമോജീനിയസ് ആക്ടിവിറ്റീസ് ടു ഫോം എൻ ഓർഗനൈസേഷണൽ യൂണിറ്റ്. ഓക്കെ, അതായത് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 തരത്തിലുള്ള ഫങ്ഷൻസ് വരും. ബേസിക് ഫങ്ഷൻസും വരും, സെക്കൻഡറി ഫങ്ഷൻസും വരും. സോ ബേസിക് ഫങ്ഷൻസ് can be divided into sub-functions also. So each department have a head with a title departmental manager. ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഫിനാൻസ് സെക്ഷൻ ആണെങ്കിൽ ഫിനാൻസ് മാനേജർ. സോ ദ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ വിൽ ഇൻക്ലൂഡ് ബോത്ത് ലൈൻ ഫങ്ഷൻ ആസ് വെൽ ആസ് സ്റ്റാഫ് ഫങ്ഷൻ. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഫങ്ഷൻ, അതായത് ഫസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പിന്നെ മാനേജിങ് ഡയറക്ടർ, അതിൻ്റെ താഴെ ഓരോ ഫങ്ഷൻ അനുസരിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ മാർക്കറ്റിംഗ്, ദെൻ ഫിനാൻസ്, പർച്ചേസ്, പേഴ്സണൽ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് മനസ്സിലായോ? ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ക്രിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്പെസിഫൈഡ് ഫങ്ഷൻസ് ടു ബി പെർഫോംഡ്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഇസ് ദ മോസ്റ്റ് വൈഡ്ലി എംപ്ലോയിഡ് ബേസിസ് ഫോർ ഓർഗനൈസിങ് ആക്ടിവിറ്റീസ് and is present in almost every enterprise at some level in the organization structure as it leads to improved planning and control of the key functions എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് ഓഫ് സ്പെഷ്യലൈസേഷൻ, അതായത് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഫോക്കസ് ഓൺ ഇറ്റ്സ് ഓൺ വർക്ക്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് അക്കൗണ്ടബിലിറ്റി, അതായത് സമൺ ഇസ് അക്കൗണ്ടബിൾ ഫോർ ദ സെക്ഷൻ. ദെൻ ക്ലാരിറ്റി, അതായത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ റോൾ അറിയാം. ആൻഡ് ഇറ്റ് സിംപ്ലിഫൈസ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദെൻ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ എൻഡ് റിസൾട്ട്സ്. അതായത് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്ലോസ്ഡ് കമ്മ്യൂണിക്കേഷൻ കുഡ് ലീഡ് ടു ലാക്ക് ഓഫ് ഫോക്കസ് എന്നാണ് പറയുന്നത്. Then over specialization and increased conflict and coordination problems among departments. They reduce coordination between function, then gap between top and bottom. ഇതെല്ലാം കോൺഫ്ലിക്ട്സിനുള്ളൊരു എന്താ പറയുക സാധ്യത കാണിക്കുന്നുണ്ട്. Then second type of departmentation is products departmentation. ഈ product departmentation എങ്ങനെയാണ്? Grouping of departments is done on the basis of product manufactured in the ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇത് യൂഷ്വലി എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് ഫോളോ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ട്, അതായത് മൾട്ടി ലൈൻ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഓർ product lines is followed. Okay, so all activities related to a particular product line may be grouped together under the direction of a semi-autonomous division manager. അപ്പോൾ ഇവിടെ ഇപ്പം എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ, അതായത് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട്, പിന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് വിചാരിക്കുക. കാർ ഡിവിഷൻ, പിന്നെ ട്രക്ക് ഡിവിഷൻ, ബസ് ഡിവിഷൻ, അങ്ങനെ ഒരുപാട് ഇത് വെഹിക്കിൾ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ കാർ ഡിവിഷൻ, അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബസ് ഡിവിഷൻ തന്നെ വീണ്ടും എന്താക്കി മാറ്റുക, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിക്കുക. പ്രോഡക്റ്റിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയാം. മനസ്സിലായോ? എന്താ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ അലൗസ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ടു ഡെലിഗേറ്റ് എ ഡിവിഷൻ മാനേജർ എക്സ്റ്റെൻസീവ് അതോറിറ്റി ഓവർ പ്രൊഡക്ഷൻ, സെയിൽസ്, എഞ്ചിനീയറിംഗ് ആൻഡ് അതർ ഫങ്ഷൻസ് ദാറ്റ് റിലേറ്റ് ടു എ പ്രോഡക്റ്റ് ലൈൻ. ഇനി വിത്തിൻ ദ സ്ട്രക്ചർ ഓഫ് ഈച്ച് ഓഫ് ദ ഡിവിഷൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ മേ ബി യൂസ്ഡ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ ബെറ്റർ കസ്റ്റമർ സർവീസ്, അതായത് ഇവിടെ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. അപ്പം ഇറ്റ് ഹെൽപ്സ് ടു എന്താ പറയുക, ക്ലിയർ ഫോക്കസ് ഓൺ മാർക്കറ്റ് സെഗ്മെൻറ്റ് ഹെൽപ്സ് ടു മീറ്റ് കസ്റ്റമർ നീഡ്സ്. ദെൻ ഇറ്റ് ലൊക്കേറ്റ്സ് അൺപ്രോഫിറ്റബിൾ പ്രോഡക്റ്റ്. ഓരോ പ്രോഡക്റ്റ് ലൈനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഏതാണ് അൺപ്രോഫിറ്റബിൾ പ്രോഡക്റ്റ് ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് വേണമെങ്കിൽ എന്താക്കുക, ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ലാഭമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം. ദെൻ ഇറ്റ് അസിസ്റ്റ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ റൗണ്ട് മാനേജീരിയൽ ടാലൻറ്റ്. ദെൻ ഇറ്റ് മേക്സ് കൺട്രോൾ ഇഫക്റ്റീവ്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ലൈൻ ക്യാൻ ബി ആഡഡ് ഈസിലി. മനസ്സിലായല്ലോ? അപ്പോൾ കോർഡിനേഷൻ പറ്റും. ഇറ്റ് പ്ലേസസ് റെസ്പോൺസിബിലിറ്റി ഫോർ പ്രോഫിറ്റ് അറ്റ് ഡിവിഷൻ ലെവൽ ആൻഡ് ഇറ്റ് പ്ലേസസ് അറ്റൻഷൻ ആൻഡ് എഫേർട്ട് ഓൺ പ്രോഡക്റ്റ് ലൈൻ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തിനുള്ള ചാൻസസ് ഉണ്ട്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫങ്ഷൻ, അതായത് ഡിഫറെൻറ്റ് സെയിൽസ് ഫോഴ്സ് ഫോർ ഈച്ച് ഡിവിഷൻ. അപ്പോൾ ഓരോ ഡിവിഷനിലും സെയിൽസ് ഫോഴ്സും ഫിനാൻസും മാർക്കറ്റിംഗ് അങ്ങനെ വരുന്നത് കൊണ്ട് അവിടെ റിപ്പിറ്റേഷൻ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫങ്ഷനാണ്. ചിലപ്പം അതേമാതിരി നെഗറ്റീവ് എഫക്ട്സ് ഓഫ് കോമ്പറ്റീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് എന്നാണ് പറയുന്നത്. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു പുവർ ഇൻഫർമേഷൻ ആൻഡ് കംപ്ലയിൻറ്റ് ഹാൻഡ്ലിങ്. അതായത് ഇവിടെ എന്താ പറയുക, അത്ര ഇതില്ല എന്നാണ് പറയുന്നത്, ലാക്ക് ഓഫ് സെൻട്രൽ കൺട്രോൾ ഓവർ ഈച്ച് സെപ്പറേറ്റ് ഡിവിഷൻ. സോ ഇറ്റ് ലീഡ്സ് ടു പുവർ ഇൻഫർമേഷൻ ആൻഡ് കംപ്ലയിൻറ്റ് ഹാൻഡ്ലിങ്. And third classification is territorial departmentation എന്ന് പറയും. ഈ ടെറിട്ടോറിയൽ ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജോഗ്രഫിക്കൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം.
Grouping of departments is done on the basis of geographical regions or ടെറിട്ടറീസ്. അതായത് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ബിസിനസ്സാണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കമ്പനീസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരുടെയൊക്കെ കേസിൽ ഏതിൻ്റെ ബേസിസിലാണ് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബേസ്ഡ് ഓൺ ടെറിട്ടറി ഓർ ജോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾ ആക്ടിവിറ്റീസ് ഇൻ എ ഗിവൺ ഏരിയ ഓർ ടെറിട്ടറി ആർ ഗ്രൂപ്പ്ഡ് ടുഗെദർ. So the best example of such a type of departmentation is Indian Railway, which is divided into Northern Railways, Western Railways, Southern Railways, Eastern, Central Railways, etc. But in business enterprises, this type of departmentation may be followed for production or sales in different areas. ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ബിസിനസ്. അപ്പോൾ ഓരോ ലൊക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നോർത്ത് സോണിന് ഒരു മാനേജർ, അങ്ങനെ ആയിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാറില്ല. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുക്കാം. അതായത് ഹെഡ് ഓഫീസ് മുംബൈയാണ്, അതിന് തന്നെ ഈസ്റ്റേൺ സോൺ, സെൻട്രൽ സോൺ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഓരോ സ്ഥലത്തേക്കായിട്ട്. അത് വീണ്ടും പിന്നെയും റീജിയൻ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പ്ലേസ് റെസ്പോൺസിബിലിറ്റി അറ്റ് ലോവർ ലെവൽ. അതായത് ഈ പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ സെർവ് ലോക്കൽ നീഡ്സ് ബെറ്റർ. ഓരോ ഇറ്റ് കാറ്റർ ടു ലോക്കൽ റിക്വയർമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എഫക്റ്റീവ് കൺട്രോളും കോർഡിനേഷനും ഒക്കെ, അതായത് ഇംപ്രൂവ് കോർഡിനേഷൻ ഇൻ എ റീജിയൻ. സോ ഇറ്റ് അസിസ്റ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ റൗണ്ട് മാനേജറിയൽ സ്കിൽസ്. So these are the advantages of, വേണമെങ്കിൽ പറയാം, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എക്കണോമിക് ഓഫ് ലോക്കൽ ഓപ്പറേഷൻസ്, ബെറ്റർ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലോക്കൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം അവരുടെ ആവശ്യങ്ങളും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിക്വയർ മോർ പേഴ്സൺസ്. അതായത് മാനേജറിയൽ എബിലിറ്റീസ് ഉള്ള ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. ദാറ്റ് ഇൻക്രീസസ് പ്രോബ്ലം ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് കൺട്രോൾ. പല സ്ഥലങ്ങളിലാവുന്ന സമയത്ത് ടോപ്പ് മാനേജ്മെൻറ്റിന് എല്ലാ റീജിയൻസും ഒരേപോലെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ദെൻ ഇറ്റ് റിക്വയർ ഗുഡ് കാലിബർ നല്ല കാലിബർ ഇല്ലാത്ത മാനേജേഴ്സ് ആണെങ്കിൽ ഒന്നും നടക്കില്ല. ഇൻക്രീസസ് പ്രോബ്ലം ഓഫ് കൺട്രോൾ. പിന്നെ എക്സ്പെൻസീവ് ആണ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ കസ്റ്റമർ, അല്ലെങ്കിൽ കസ്റ്റമർ വൈസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കസ്റ്റമർ വൈസ് ക്ലാസിഫിക്കേഷനിൽ എന്താ ചെയ്യുന്നത്? ഗ്രൂപ്പിംഗ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഡൺ ഇൻ എൻ എൻ്റർപ്രൈസ് എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സ് ആർ ദ ഗൈഡ് ഫോർ ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ദ ആക്ടിവിറ്റീസ് ഓൺ ദിസ് ബേസിസ് ടു കാറ്റർ ടു ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്ലിയർലി ഡിഫൈൻഡ് കസ്റ്റമർ ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. എ ബിഗ് ഓട്ടോമൊബൈൽ സർവീസിംഗ് എൻ്റർപ്രൈസ് മേ ഓർഗനൈസ് ഇസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ടു ഹെവി വെഹിക്കിൾ സർവീസിംഗ് ഡിവിഷൻ, കാർ സർവീസിംഗ് ഡിവിഷൻ, സ്കൂട്ടർ സർവീസിംഗ് ഡിവിഷൻ എക്സെട്ര. മനസ്സിലായില്ല? അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ്. കാർ യൂസ് ചെയ്യുന്നവരുണ്ട്, സ്കൂട്ടേഴ്സ്. അപ്പോൾ സോ മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂഷ്വലി ഫോളോ ദിസ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. അതായത് ദേ ഓഫർ ഡേ കോഴ്സസ് ചെയ്യുന്ന, ഈ LLB ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഡേ കോഴ്സസ്, ഈവനിങ് കോഴ്സസ് ആൻഡ് കറസ്പോണ്ടൻസ് കോഴ്സസ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻറ്റ്. Similarly, marketing organization may be divided into wholesale, retail, export departments, etc. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഗ്രൂപ്പ് ചെയ്യുക. അതായത് കസ്റ്റമേഴ്സിനനുസരിച്ചിട്ട് കസ്റ്റമർ വൈസ് ക്ലാസിഫിക്കേഷൻ. അതാണ് എന്താ ഈ ഒരു ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് കസ്റ്റമർ ഫോക്കസ്. അതായത് ഇറ്റ് ഫുൾഫിൽസ് ദ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് നീഡ്സ് ഓഫ് കസ്റ്റമർ, ബെറ്റർ സർവീസ് ടു കസ്റ്റമർ ആൻഡ് ഇറ്റ് ഫുള്ളി ഫോക്കസ് ഓൺ കസ്റ്റമർ. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ കോർഡിനേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് അതർ ഫങ്ഷൻസ് ഡിഫിക്കൾട്ട്. Then specialized sales staff may become idle with the download moment of sales to any specified group of
കസ്റ്റമേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോൺഫ്ലിക്റ്റിനൊക്കെ സാധ്യത ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോസസ് ഓർ എക്യുപ്മെൻറ്റ്. അതായത് ഇവിടെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചാൽ, വെൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ദ യൂസ് ഓഫ് സെവറൽ ഡിസ്റ്റിങ്റ്റീവ് പ്രോസസ്സസ്, ദീസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ബേസ് ഫോർ ഗ്രൂപ്പിംഗ്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് ഹാവിങ് എ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സസ്, ഒരുപാട് ഒരു പ്രൊഡക്റ്റ് തന്നെ പല പല പ്രോസസ്സിലൂടെ നീങ്ങണം വെച്ചാൽ ഇറ്റ് ഈസ് ഈ ഒരു ബേസിസിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി ചിലപ്പം ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ പ്രോസസ്സ് ആവാം, അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ഓർ എക്യുപ്മെൻറ്റ്. So the manpower and materials are brought together in such a department in order to carry out a particular operation. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ ടെക്സ്റ്റൈൽ മില്ല് എടുക്കാം. ടെക്സ്റ്റൈൽ മില്ലാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെ ഉണ്ടാവും. ദ ബേസിക് പ്രോസസ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡിസൈനിങ്, വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യണം, സ്പിന്നിങ്, വീവിങ്, ഡൈയിങ്, ബ്ലീച്ചിങ് എക്സെട്ര. അപ്പം ഒരു മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ മെഷീൻസ്, ഇതിന് ഓരോ പ്രോസസ്സിനും ഉപയോഗിക്കുന്ന മെഷീൻസ് ഉണ്ട് പലതരത്തിലുള്ള. അപ്പം മെഷീൻ്റെ ബേസിസിൽ ഇപ്പോൾ ഡ്രിൽ മെഷീൻസ്, ഗ്രൈൻഡിങ് മെഷീൻ എക്സെട്ര. സോ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് സബ് ഡിവിഷൻ ഇസ് ഓൾസോ യൂസ് ടു വെൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ് ഇസ് വെരി ഹൈ. ഇപ്പം വലിയ വലിയ മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് വെച്ചാൽ ആ ഒരു കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റിൻ്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇസ് ജനറലി ഇൻസ്റ്റാൾഡ് ഇൻ എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സോ ദാറ്റ് ഇറ്റ്സ് ഫുൾ യൂസ് മേ ബി മെയ്ഡ് ബൈ ഓൾ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പ്രോസസ്സിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, മെഷീൻസ് ക്യാൻ ബി യൂസ്ഡ് ഇഫക്റ്റീവ്ലി, എക്കണോമി ഇൻ ഓപ്പറേഷൻ, ദെൻ നോ ഡ്യൂപ്ലിക്കേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യലൈസേഷൻ ഇസ് ഫോളോ. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹെവി കോസ്റ്റ് ഓഫ് ഓപ്പറേഷനാണ്. ഓരോ പ്രോസസ്സിനും ഓരോരുത്തർ വേണമല്ലോ മാനേജറായിട്ടും. സോ മോർ സ്പെഷ്യലിസ്റ്റ് ആർ എസെൻഷ്യൽ. So these are the different types of departmentation. Thank you.